വല്ലാതെ പിന്നെ ഈ ധാർമ്മികത ഇങ്ങനെ തികട്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, വല്ലാതെ ഈ ധാർമ്മികത തികട്ടി വന്ന മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകനും ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ എടുത്തൊന്ന് നോക്കിയിട്ട് പറയട്ടെ. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ആ മാധ്യമപ്രവർത്തകന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി പിണക്കത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളെയും സൗഹൃദങ്ങളെ പറ്റിയൊക്കെ ന്യൂസ് ഡെസ്കുകളിലൊക്കെ പാട്ടാണല്ലോ. അപ്പൊ ആ മാധ്യമപ്രവർത്തനം ആലോചിക്കുന്നത് ആക്രോശിക്കാൻ അദ്ദേഹം ആലോചിക്കും. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കത് പറയാനുള്ള ധാർമ്മികത ഉണ്ടോ എന്ന് ആലോചിക്കും. മരുമോൻ മുഖ്യമന്ത്രി കസേരയിലേക്കൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ ഭരണകക്ഷിയിലോ ഉണ്ടെങ്കിൽ ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും, അതായത് ഭരണകക്ഷിയിലാണ് രാഹുൽ മാങ്കൂട്ടമൊക്കെ വരുന്നതെങ്കിൽ പോലും ഈ മരുമോൻ മന്ത്രിക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും. കാരണം ആ അക്രമത്തിനെതിരായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് മുഖം നോക്കാൻ നടപടിയെടുക്കില്ല എന്ന് പറയുന്നതും അങ്ങ് തന്നെയാണ്. അതിനുശേഷം ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തു പറയും സാർ? അതുകൊണ്ട് ഈ അവയർനെസ് പ്രോഗ്രാം എക്സൈസ് വകുപ്പിൽ നിന്ന് മറ്റേതെങ്കിലും വകുപ്പിലേക്ക് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. എക്സൈസ് സേനയുടെ എണ്ണം കൊണ്ടോ ഫെസിലിറ്റി കൊണ്ടോ എക്യുപ്ഡ് അല്ല. എന്റെയും എക്സൈസ് മന്ത്രിയുടെയും സ്വന്തം ജില്ലയായ പാലക്കാട്ട് മാത്രം അവസ്ഥ പറയാം. ഈ എക്സൈസ് സേനയ്ക്കകത്ത് ചെക്ക് പോസ്റ്റുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ, ബേസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. NDPS കേസും കോട്ട്പ കേസും എടുക്കേണ്ടുന്ന ആ എക്സൈസ് ഇൻസ്പെക്ടർമാർ നമ്മുടെ പാലക്കാട് ജില്ലയിലെ 9 ചെക്ക് പോസ്റ്റിൽ 7 ചെക്ക് പോസ്റ്റിലും എക്സൈസ് ഇൻസ്പെക്ടർമാരില്ല സാർ. നമസ്കാരം. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പൊതുരംഗത്ത് ഇനി രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന് SSP എന്ന വലിയൊരു കോക്കസ് കൂടിച്ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തതും അതിൻ്റെ വേണ്ടി കളിച്ചതും എന്നുള്ളതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് SSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഉന്നതരായിട്ടുള്ള ഒരു 2-3 പേര് അത്രേ പറയാൻ പറ്റുള്ളൂ. അതാണ് സതീശനിസ്റ്റുകൾ, 2 സംഘിസ്റ്റുകൾ, 3 പിണറായിസ്റ്റുകൾ. ഈ 3 ഒരു വിഭാഗം കൂടെ കൂടി, ഒരിക്കലും യോജിക്കില്ലാത്ത ഈ 3 വിഭാഗം കൂടെ കൂടി ഈ ഒരു വിഷയത്തിനകത്ത് കൂടി യോജിച്ചു. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ഈ രാജാക്കന്മാർ യുദ്ധം ചെയ്യുമ്പോൾ അതിശക്തനായൊരു രാജാവിനോട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള 2-3 രാജ്യങ്ങളിലെ രാജാക്കന്മാരെല്ലാം കൂടെ കൂടി സഖ്യകക്ഷിയാവും. കാരണം ഈ സഖ്യകക്ഷി ഒന്നുചേർന്നെങ്കിൽ മാത്രമേ ഈ രാജാവിനോട് യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ ഒറ്റയ്ക്ക് രാഷ്ട്രീയപരമായിട്ടോ ആശയപരമായിട്ടോ നേരിടാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു വ്യക്തിയെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കി ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഹിഡൻ അജണ്ട, ആ അജണ്ടയാണ് ആദ്യമേ അവർ പ്ലാൻ ചെയ്യുന്നത്. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഈ 3 കൂട്ടരും കൂടെ യോജിക്കുന്നു. അതിനുവേണ്ടി അവർ കുറേ പദ്ധതികൾ തയ്യാറാക്കുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എല്ലാ ദിവസവും തന്നെ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട്. പക്ഷേ ഇത് എന്തിനു വേണ്ടിയായിരുന്നു? അതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെന്ന് പറയുന്നത്, കാരണം ഇവിടെ ചില കാര്യങ്ങൾ എടുത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഒരു പുത്ര സ്നേഹത്തിന് പകരം സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ്, ഇവിടെ ഒരു പുത്രി സ്നേഹം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആ പുത്രി സ്നേഹം എന്ന് പറയുന്നതിന് ആണ് പ്രധാനമായിട്ടുള്ളൊരു കടമ്പ. പുത്രി സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഓപ്പണായിട്ട് പറയാം, നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ്റെ പുത്രി സ്നേഹം തന്നെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിന് ബാക്കിയുള്ളവരെ കൂടെ കൂട്ടുപിടിച്ചു. അതുകൊണ്ടാണ് കോൺഗ്രസ്സിലെ ചില അസൂയാലുക്കളായിട്ടുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കൾക്ക് ആ വ്യക്തിയെ ഒതുക്കി ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അത് ഇതിലേക്ക് ചേർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ BJP മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് എന്നും ഒരു തീർത്താൽ തീരാത്ത ഒരു പകയോ അല്ലെങ്കിൽ ഒരു കീറാമുട്ടിയോ ആണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഉയർന്നു വരുന്നത് അവരെ സംബന്ധിച്ച് ഒട്ടും ശ്ലാഘനീയമായൊരു കാര്യമല്ലാത്തതുകൊണ്ട് എങ്ങനെയും ഒതുക്കി ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയിൽ അവർ എപ്പോഴും ഒന്നുചേരുന്ന ഒരു കക്ഷിയായതുകൊണ്ട് അവർ അതിനകത്ത് കൂട്ടുപിടിച്ചു. പിന്നെ പിണറായിസിനെ സംബന്ധിച്ച് അവർക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്തും തീർത്താൽ തീരാത്ത ഒരു തലവേദന, അല്ലെങ്കിൽ അവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് അതിശക്തമായിട്ട് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും മുഖത്തു നോക്കി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു യുവ നേതാവ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുക എന്നുള്ള പിണറായിസ്റ്റുള്ള ഒരു ഹിഡൻ അജണ്ട അവിടെ
ആപ്ലിക്കബിളായി എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം. കാരണം ഇനിയിപ്പോൾ ഒരു മൂന്നാം ടൈം വരികയാണ് എങ്കിൽ അവിടെ ഒരു പുത്രി സ്നേഹം നിഴലിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ്റെ മകളെ രണ്ടാം കെട്ടിയ വകയിൽ ഒരു മരുമോന് കൊടുത്തിരിക്കുന്ന അമിതാധികാരങ്ങൾ, അതായത് CPM എന്ന പ്രസ്ഥാനത്തിലാണ് വളർന്നു വന്നതെങ്കിൽ പോലും കൂടെ ഇപ്പോൾ ആ പ്രസ്ഥാനം ശോഷിച്ച്, CPM എന്ന പ്രസ്ഥാനം ശോഷിച്ച് അല്ലെങ്കിൽ ഒതുക്കപ്പെട്ട് ഇപ്പോൾ പിണറായിസ്റ്റ് എന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് മാറ്റി തട്ടപ്പെട്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഏകാധിപതിയായ ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്നിപ്പോൾ CPM എന്ന ലേബലുണ്ടെങ്കിൽ പോലും കൂടെ അതിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, അത് ഏറ്റവും ചെറിയ തീരുമാനമാണെങ്കിലും ഏറ്റവും വലിയ തീരുമാനമാണെങ്കിലും ശരി, പിണറായി വിജയൻ എന്ന ആ ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഏത് സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണെങ്കിലും പോലും അത് പിണറായി വിജയൻ തീരുമാനിക്കുന്നതിനപ്പുറം ഒരു ഇഞ്ച് മാറ്റം ഇല്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അംഗീകരിക്കുന്ന കാര്യമാണ്. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചുരുക്കം വളരെ ചെറിയൊരു ന്യൂനപക്ഷമുണ്ട്. അത് പിണറായിസ്റ്റുകളായിട്ടുള്ള കുറച്ച് ന്യൂനപക്ഷം മാത്രമാണ്. അവർ മാത്രം, അവർക്കറിയാം ഈ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കറിയാമെങ്കിൽ പോലും അവരത് അംഗീകരിക്കില്ല. കാരണം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പിണറായിസ്റ്റ് അല്ലാതായിപ്പോകും. അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പം CPMൻ്റെ എത്രയോ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഒതുക്കപ്പെട്ടു. KK ശൈലജനെ ഒതുക്കി. പിണറായിയോടൊപ്പമോ അല്ലെ പിണറായിയേക്കാൾ ഉപരി ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പ് വന്ന ഒരു CPMൻ്റെ ഒരു നേതാവായിരുന്നു KK ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. ശരി, അവരുടെ പേരിൽ കുറച്ച് ആരോപണങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ശരിക്കും CPM നേതാക്കന്മാരിൽ പിണറായി വിജയനേക്കാൾ ഉപരി ഒരു മതിപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു KK ശൈലജ. ഇന്ന് അവരുടെ സ്ഥാനം എന്താണ്? അവരെ ഒതുക്കി അവരെ ഏറ്റവും ഒരു മൂലയ്ക്കാക്കി. അതുപോലെ തന്നെ P ജയരാജൻ, ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഒരു രണ്ടാമൻ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്നു P ജയരാജൻ്റെ അവസ്ഥ എന്താണ്? ഒതുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ തോമസ് ഐസക്, മുൻ ധനകാര്യമന്ത്രിയായിരുന്നു, ഒതുക്കപ്പെട്ടു. അതിനേക്കാളെല്ലാം ഒരു കറതീർന്ന ഒരു CPMൻ്റെ അതിശക്തനായിട്ടുള്ള നല്ലൊരു നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു G സുധാകരൻ. എന്ത് ചെയ്തു? ഒതുക്കപ്പെട്ടു. അങ്ങനെ CPMൻ്റെ കൊള്ളാവുന്ന ഒരുവിധം നല്ല നേതാക്കന്മാരെല്ലാം ഒതുക്കപ്പെട്ടു. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി സ്തുതി പാടുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടും, അതില്ലാത്തവരൊക്കെ ഒതുക്കപ്പെടും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരാംശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാം ടൈമിലേക്ക് വരുമ്പോൾ, അതായത് പിണറായിയുടെ മകളെ രണ്ടാം കെട്ടിയ വകയിൽ അതുവരെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് എന്നുള്ള ഓർക്കണം. അതായത് DYFIയുടെ പ്രസിഡൻ്റായിരുന്നു. അഖിലേന്ത്യ എന്നുള്ള ഒരു ലേബലൊക്കെ ഉള്ളൂ. നമുക്കറിയാം DYFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വളരെ ചെറിയൊരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലുള്ള ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു യുവജന സംഘടനയുടെ ഒരു നേതാവ് എന്നുള്ളതിൽ കഴിഞ്ഞ് അഖിലേന്ത്യ എന്നുള്ള ലേബലും അല്ലാതെ അഖിലേന്ത്യയിൽ എവിടെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഷ്ണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ DYFI എന്നൊക്കെ പറയുന്നത്. ബാക്കിയുള്ളിടത്ത് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പരത്തി പറയാം എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് എവിടെയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെന്നിട്ട് DYFI എന്ന് പറഞ്ഞാൽ അത് എന്ത് സാധനമാണെന്ന് വരെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ എന്താണെങ്കിലും ശരി, അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള ലേബലൊക്കെ അങ്ങനെ ഇരുന്നു എന്നുള്ളതല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇതിനു മുമ്പായിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിനെ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ മകളെ രണ്ടാം കെട്ടിയ വകയിൽ ഏതായാലും കേരളത്തിലെ CPMൻ്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന MLA ആയിരുന്ന വ്യക്തിയെ മാറ്റി മുഹമ്മദ് റിയാസിനെ ആ മണ്ഡലത്തിൽ നിർത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിസ്റ്റിൻ്റെ ഒരൊറ്റ ബലത്തിൽ വിജയിപ്പിച്ചെടുത്തു. അങ്ങനെ ഏതായാലും രണ്ടാം കെട്ടിയ വകയിൽ മന്ത്രിയാക്കി 2 വകുപ്പും കൊടുത്തു. രണ്ടാം കെട്ടിയ കൊണ്ടാണെന്നറിയില്ല, 2 വകുപ്പും കൊടുത്തു. എന്താണെങ്കിലും ശരി, അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഇപ്പോഴും അതേ നിലപാട് തുടരുന്നു അല്ലേ? ഇപ്പോഴുള്ള രണ്ടാം ടൈം മന്ത്രിസഭയിൽ പോലും കൂടെ മറ്റൊരു മന്ത്രിമാർക്കും ഇല്ലാത്ത ഒരു അപ്രമാദിത്വമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻ മന്ത്രിക്ക് ലഭിക്കുന്നത്. എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നെ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. ആകെപ്പാടെ അങ്ങനെ ഒരു സ്ഥാനം മാത്രം മതി, ആ ഒരു സ്ഥാനത്ത്. അപ്പോൾ ഇനിയിപ്പം മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ആശയം നമ്മൾ പറഞ്ഞു വരുന്ന പോയിൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഒരു മൂന്നാം ടൈം വരുവാണെന്നുണ്ടെങ്കിൽ
ഏതെങ്കിലും ലാവലിൻ കേസോ ഇനി മറ്റെന്തെങ്കിലും അനാരോഗ്യ പ്രശ്നങ്ങളോ കാരണം പിണറായി വിജയൻ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രി കസേരയിലേക്കൊന്ന് കയറ്റി ഇരുത്തണം എന്നുള്ളത് പിണറായിയുടെ മനസ്സിലിരിക്കുന്ന വ്യക്തി ഈ മകളുടെ രണ്ടാം കെട്ടുകാരനായ മരുമോൻ മന്ത്രിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന നേതാക്കന്മാർ അധികം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വരുമാൻ മന്ത്രി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നാളെ ഇരിക്കാൻ പറ്റാതെ വരും, പലവിധ പ്രശ്നങ്ങളിലും പെടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിവ് ഇല്ലാത്ത അല്ലെ കഴിവ് കുറഞ്ഞ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ മുന്നോട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൊണ്ടുപോളും എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവർ കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ഇവരുടെ 3 കൂട്ടരും കൂടെ ഒരു അജണ്ടയായിരുന്നു, SSPയുടെ ടോട്ടൽ അജണ്ടയായിരുന്നുവെങ്കിൽ പോലും കൂടെ ഇതിനകത്ത് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഉന്നതരായിട്ടുള്ള ആ ചില വ്യക്തികൾ അഴഞ്ഞിരിക്കുകയാണ്. കാരണം പൊതുജനത്തിൻ്റെ വികാരം അത് ഈ രാഹുൽ മാക്കൂട്ടത്തോടൊപ്പമായി. രാഹുൽ മാക്കൂട്ടത്തിലൂടെ അല്ലാതെ ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു പിടിച്ചു നിൽപ്പില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ നേതാക്കന്മാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ കൂടി ആ പ്രസ്ഥാനം രാഹുൽ മാക്കൂട്ടത്തെ നെഞ്ചോടെ ഏറ്റുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം ഇപ്പോൾ കളം നിറഞ്ഞു കളിക്കുന്ന ഒരു കളിക്കാരന് തുല്യമായി വന്നിരിക്കുകയാണ്. രാഹുൽ മാക്കൂട്ടത്തെ ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ഇപ്പം സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ആലോചിക്കുന്നു. പാലക്കാടിന് പുറമെ പാലക്കാട് നിലവിലെ MLA ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലമായ അടൂര് നിർത്തി മത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ ഏറ്റവും കപ്പാസിറ്റിയുള്ള യുവ നേതാവ് എന്ന നിലയിൽ ധർമ്മടത്ത് നിർത്തി മത്സരിപ്പിക്കാനായിട്ട് ആലോചിക്കുന്നു. അങ്ങനെ രാഹുൽ മാക്കൂട്ടം ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവായി ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ SSPയിൽ സതീശനിസ്റ്റുകൾ ഒരു പരിധിവരെ ഇതിനെ പച്ചക്കൊടി കാണിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാക്കൂട്ടം ഈ പ്രാവശ്യം മത്സരത്തിൽ ഇറങ്ങിയേ പറ്റുള്ളൂ. കാരണം രാഹുൽ മാക്കൂട്ടം ഇല്ലെങ്കിൽ ഉള്ളൊരു ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും നിയമസഭ കാണാൻ പോലും പോകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് അവരും ഏകദേശം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം രംഗത്തിറങ്ങി കൃത്യമായിട്ടും അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ സെൻട്രൽ ഫോർവേഡായിട്ട് നിന്നുകൊണ്ട് കളി നിയന്ത്രിച്ച് കളം നിറഞ്ഞു കളിക്കുന്ന ഒരു കളിക്കാരനായിട്ട് രാഹുൽ മാക്കൂട്ടം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിനകത്ത് സംശയമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇനിയും ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് പിണറായിസ്റ്റുകളാണ്. സംഘിസ്റ്റുകളെ പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് പെർമനൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തി ഏതെങ്കിലും രീതിയിൽ മത്സരിക്കാതിരിക്കുക, രംഗത്ത് വരാതിരിക്കുക എന്നുള്ള അവരുടെ ഒരു സ്ഥിര അജണ്ടയാണെങ്കിൽ പോലും അതിന് അത്ര അങ്ങോട്ട് പ്രാധാന്യം വരുന്നില്ല. പക്ഷേ ഇനിയും എന്തെങ്കിലും ഒരു പ്രതീക്ഷ നോക്കുന്നത് പിണറായിസ്റ്റുകളുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ളവരൊക്കെ ജയിച്ച് നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ മരുമോൻ മന്ത്രിയാണ് അല്ലെങ്കിൽ വ്യത്യാസവുമുണ്ട്. ഗവർണറെ കരിങ്കുടി കാണിക്കാൻ എത്ര പേരാ പോയത്? ഗവർണറെ കരിങ്കുടി കാണിക്കാൻ പോയ കേസിനകത്ത് പോലീസിന്റെ FIR ഇട്ടിരിക്കുന്ന ആകെ 7 പേർക്കെതിരായിട്ടാണ്. ഞങ്ങൾ പെരുമ്പാവൂരിലെ സംഭവം നിങ്ങൾക്കറിയാം. ഇന്നലെ കോടതി കേരള പോലീസിനെ എടുത്തിട്ട് കുടഞ്ഞത് നിങ്ങൾ കണ്ടതാ. പെരുമ്പാവൂരിൽ ഈ ബസ്സിന് നേർക്ക് KSU പ്രവർത്തകർ ഷൂസ് എറിഞ്ഞു. ഉടനെ 308 ചാർജ് ചെയ്യുകയാണ്. ബസ്സിന് നേർക്ക് ഷൂസ് എറിയുമ്പോൾ അതെങ്ങനെയാണ് വധശ്രമമാകുന്നത്? ആരാ പരാതിക്കാരൻ? പിണറായി വിജയന്റെ ബസ്സിന് ഒരുപാട് സവിശേഷതകളും ആഡംബരങ്ങളും ഉള്ളതായിട്ട് നമുക്കറിയാം. റിക്ലൈനർ സീറ്റും ലിഫ്റ്റും വാഷ് ബേസിനും ടോയ്ലറ്റും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ ബസ്സിന് പരാതി സ്വമേധയെ കൊടുക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സ്ഥിതിവിശേഷം കൂടി ഉണ്ടോ? പിണറായി വിജയൻ അങ്ങനെയാണോ ഈ ബസ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ ബസ്സിന് നേർക്ക് ഷൂസ് എറിഞ്ഞാൽ വധശ്രമം. ഇനി പോട്ടെ, ബസ്സിനകത്തിരിക്കുന്ന പിണറായി വിജയനെ വധശ്രമമായി തോന്നുകയാണെങ്കിൽ ഈ ഇരട്ടച്ചങ്ങൻ എന്ന് പറഞ്ഞിട്ട് തഗ് ബീജം ഇട്ടിട്ട് നടക്കും. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന മരുമോൻ മന്ത്രി അന്ന് ചിലപ്പോൾ പ്രതിപക്ഷത്തോ ഇനി പ്രതിപക്ഷത്തില്ലെങ്കിൽ പോലും ഈ മരുമോൻ മന്ത്രിയൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്ന അഴിമതിയുടെ കൂമ്പാരം എന്ന് പറയുന്ന അതിഭയാനകമാണ് എന്നുള്ള ഒരു കഥയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എത്രമാത്രം കഴമ്പുണ്ടെന്നുള്ളതൊക്കെ ഇനി അടുത്ത ഭരണം വരുമ്പോഴായിരിക്കും അറിയാൻ പോകുന്നത്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ മരുമോൻ മന്ത്രിക്കും അതോടൊപ്പം തന്നെ പിണറായിസ്റ്റുകളിലെ പല ഉന്നതർക്കും ഭയങ്കരമായ ക്ഷീണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് രാഹുൽ മാക്കൂട്ടം എങ്ങനെയെങ്കിലും ഇരിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കടുത്ത ഒരു അഭിപ്രായത്തിൽ പിണറായിസ്റ്റുകൾ ഇപ്പോഴും ആശ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ
പൊതുസമൂഹം അത് അംഗീകരിക്കുന്നില്ല. കാരണം നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷം പേരും ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തോടൊപ്പമായതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിലൂടെ ആയതുകൊണ്ടും രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി നിർത്താനോ അകറ്റി നിർത്താനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ പിണറായിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായി രാഹുൽ മാക്കൂട്ടം മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ നോക്കാനുള്ളത്. നന്ദി.